പിന്നെ ഒരു വാഴ വെട്ടിക്കൂടെ ആനയ്ക്ക് അവിടെ നിന്നാ മതിയോ? ആനയുടെ കാര്യങ്ങൾ നടക്കണ്ടേ? പേടിക്ക് അങ്ങോട്ട് അടുത്തേക്ക് വെട്ടിയിട്ടോട്. പേടിക്കണ്ട, പണി പഠിക്കാൻ വന്നേയല്ലേ. അവനെ തൊട്ടേ എന്തായാലും സംഭവിക്കുമെന്ന് നോക്കട്ടെ. തോടങ്ങോട്ടെ, ധൈര്യമായിട്ട് എട് ഇങ്ങോട്ട് പിടി. എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് ഞാൻ അവൻ കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പിടി. അത്രയുള്ള കാര്യം. ചേട്ടാ ഇപ്പം ഇതിൻ്റെ കൂടെ വന്നിട്ട് എത്ര കാലമായി? ഞാൻ 21 വർഷം. കുഴപ്പക്കാരനല്ലോ? മതപ്പാടൊക്കെ വന്നാലോ? മതപ്പാടിലും കഴിഞ്ഞ മതപ്പാട് വരെ ഒരു ശല്യമില്ലായിരുന്നു. സൗമ്യൻ, ശാന്തൻ, ക്ഷമാശീലൻ, സർവോപരി പ്രിയങ്കരൻ. 4 പതിറ്റാണ്ട് നീണ്ട കീർത്തി മൗട്ടത്ത് രാജേന്ദ്രന് നാട്ടിലുടനീളം ആരാധകരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. 8 വർഷമായി തൃശ്ശൂർ പൂരത്തിനും രാജേന്ദ്രനുണ്ട്. പൂരത്തിനൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന്. അതെ, തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിൻ്റെ 15 ആനയിൽ ഒന്നാണ്. 2004 പാലക്കാട് കൂട്ടനാട് നിന്നാണ് മണക്കാല മൗട്ടത്ത് വിജയനുണ്ണിത്താൻ ആനയെ വാങ്ങിയത്. ഗജരാജൻ, ഗജോത്തമൻ, ശാന്തസൗമ്യ ശ്രേഷ്ഠൻ, കലിയുഗ സൗമ്യ പ്രതാപി തുടങ്ങി പുരസ്കാരങ്ങൾ എത്രയെന്നറിയുമോ രാജേന്ദ്രൻ ഇതിനിടെ അടിച്ചെടുത്തത്? പാവോ നല്ല ആനയാ. എൻ്റെ ഒരു ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതി. നീലിലെത്ര പാവം പിടിച്ച ആനയായാലും കെട്ടേണ്ടി വരും. കെട്ടിക്കഴിഞ്ഞാൽ അഴിക്കാൻ നോക്കിയല്ല. നമുക്കാണെങ്കിൽ ദൈവാധീനം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു പ്രശ്നവുമില്ല, ആർക്കും അടുത്തിയല്ല, ഒരു ശല്യമില്ല. വളരെ ചുരുക്കമായിട്ട് അങ്ങനെ ഇത് കിട്ടത്തുള്ളൂ. രാജേന്ദ്രൻ വരുന്നത് കണ്ടാൽ നാട്ടുകാരാകെ നോക്കി നിൽക്കും. പലരും പലഹാരങ്ങളും പഴവുമായി എത്തും. ആരെയും അവൻ നിരാശപ്പെടുത്തുകയില്ല. സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇതിലെ കൂടെ പോവും. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവരങ്ങോട്ട് ആനയും കൊണ്ട് പോകും. ഓലയൊക്കെ വെട്ടിക്കൊണ്ട് പോയാലും ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ഓലയില്ല കൊടുക്കാൻ. ഇതിങ്ങനെയാണോ പിടിക്കുന്നത്? തലതിരിച്ച് വിടെ കൊള്ളാം. ഫസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൊള്ളാമല്ലോ ആള്. ഞാൻ കയറിയൻ ഇവിടെ ഞാൻ കയറിയൻ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.